ശ്രീ കെ ജയൻസ് 8 മിനിറ്റ്. സർ, വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടും ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികളും പുതിയ കാഴ്ചപ്പാടുകളും പങ്കുവെച്ചുകൊണ്ട് ബഹുമാന്യനായ ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് പൂർണ്ണമായ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ശ്രീ എം വിൻസെൻ്റ് MLA അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെയും പരിപൂർണമായി പിന്തുണയ്ക്കുന്നു. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഈ നിയമസഭയിലേക്ക് ഒരു അംഗമായി കടന്നു വരാനുള്ള അവസരം നൽകിയ കോഴിക്കോട് നോർത്തിലെ ജനാധിപത്യ വിശ്വാസികളോടും എൻ്റെ പ്രസ്ഥാനത്തോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സർ, ഈ നാടിൻ്റെ പുതുയുഗ പിറവിക്കായി ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പിന്തുണയാണ് ജനം UDFന് നൽകിയിരിക്കുന്നത് എന്നതിൽ ഏറെ അഭിമാനമുണ്ട്. ഒരു ഭരണകൂടം കേരളത്തിൻ്റെ മനുഷ്യരൊന്നാകെ UDFന് അനുകൂലമായി നൽകിയ ഈ പിന്തുണ ഞങ്ങളെ കുറെ കൂടി ഉത്തരവാദിത്തമുള്ളവരാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു ഭരണകൂടം എങ്ങനെ ആകുവാൻ പാടില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമായിട്ടാണ് കഴിഞ്ഞ 10 വർഷം കേരളം കണ്ടിട്ടുള്ളത്. ഏകാധിപത്യപരമായ ജനദ്രോഹ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയ ഇടത് സർക്കാർ ജനം പലതവണ തെരഞ്ഞെടുപ്പുകളിലൂടെ അവരെ തിരുത്തിയത് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ഖേദകരമാണ്. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച VT ബൽറാം പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1 കോടിയിലധികം ആളുകൾ ഒരു മുന്നണിക്ക് വോട്ട് നൽകിയത്. എന്തുകൊണ്ടാണ് സാർ ഇത് സംഭവിച്ചത്? 10 വർഷത്തെ സഖാവ് പിണറായി വിജയൻ സർക്കാരിന് നേതൃത്വത്തിലുള്ള ഇടതു മുന്നണിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ജനത്തിൻ്റെ രോഷപ്രകടനമായിരുന്നു സാർ. ഇവർക്ക് ഈ രോഷപ്രകടനത്തെ തിരിച്ചറിയാനുള്ള നിരവധിയായ അവസരങ്ങൾ ജനം നൽകിയിരുന്നു സാർ. ആ 10 വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് വന്ന് നമുക്കറിയാം. നേരത്തെ VT ബൽറാം പറഞ്ഞതുപോലെ VS അച്യുതാനന്ദനെ മുൻനിർത്തി നടന്ന തെരഞ്ഞെടുപ്പ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഏതാണ് സാർ? 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 30 ലക്ഷത്തിലധികം വോട്ടിൻ്റെ വ്യത്യാസം ഒരു മുന്നണിക്ക് ആദ്യമായി ലഭിച്ചത് ആ തെരഞ്ഞെടുപ്പിലാണ് സാർ. അത് കഴിഞ്ഞ് ക്യാപ്റ്റനായും കാരണഭൂതനായ മാറിയ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. സത്യത്തിൽ ഏത് തെരഞ്ഞെടുപ്പായിരുന്നു സാർ അത്? 2020 ഡിസംബർ മാസത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2021 ഏപ്രിൽ മാസത്തിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്. കോവിഡിൻ്റെ പ്രശ്നത്തിൽ മനുഷ്യരൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം. ഭരണകൂടത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ വൺ സൈഡഡായി നടന്നൊരു തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെയാണ് പിണറായി വിജയൻ ക്യാപ്റ്റനാവുന്നതും കാരണഭൂതനാവുന്നതും. അത് യഥാർത്ഥത്തിലുള്ളൊരു ജനപതിയെ ആയിരുന്നില്ല, മറിച്ച് ഏകപക്ഷീയമായി ഭരണകൂടത്തിൻ്റെ എല്ലാ പിന്തുണയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അത് കഴിഞ്ഞ് സാർ ഓർക്കുന്നുണ്ടാകും, ബഹുമാന്യനായ PT തോമസ് മരണപ്പെട്ട തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഉമാ തോമസ് മത്സരിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും അണിനിരന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരുന്നു സാർ? 12,000 വോട്ടിന് PT തോമസ് ജയിച്ചെടുത്ത് ഉമാ തോമസ് ജയിച്ചത് 25,000-ലധികം വോട്ടിലാണ്. ജനം സൂചന തന്നിരുന്നു സാർ നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്. അന്ന് പുതുപ്പള്ളിയിലെ പഞ്ചായത്തുകൾ മിക്കതും ഇടതുമുന്നണിയുടെ കയ്യിലായിരുന്നു സാർ. ആ തെരഞ്ഞെടുപ്പിൽ 9,000 വോട്ടിന് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറ് ജയിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ ജയിച്ചത് 38,000 വോട്ടിനായിരുന്നു സാർ. ജനം സൂചന തന്നിരുന്നു സാർ. അത് കഴിഞ്ഞ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 2024 തെരഞ്ഞെടുപ്പ്, ലക്ഷക്കണക്കിനൊക്കെ വോട്ടിന് മലബാറിലൊക്കെ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായ തെരഞ്ഞെടുപ്പ്. എല്ലാ അസ്ത്രങ്ങളും നിങ്ങൾ പ്രയോഗിച്ചില്ലേ? വഴിവിട്ട രീതിയിൽ കള്ളപ്രചരണങ്ങൾ നടത്തിയില്ലേ? കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എന്തൊക്കെ നിങ്ങൾ നടത്തിയിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനം ഞങ്ങൾക്ക് വോട്ട് ചെയ്തപ്പോഴെങ്കിലും ചുവരെഴുത്ത് നിങ്ങൾ വായിക്കേണ്ടിയിരുന്നില്ല സാർ. അത് കഴിഞ്ഞ് ബൈ ഇലക്ഷനുകൾ വീണ്ടും വന്ന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന് 3,500 വോട്ടിന് ഷാഫി പറമ്പിൽ ജയിച്ചെടുത്ത് 20,000-ലധികം വോട്ടിന് കോൺഗ്രസ് അംഗം ജയിച്ചു. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിലും 60,000 വോട്ട് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചു. ചേലക്കര നിങ്ങൾക്കറിയാം, 40,000-ലധികം വോട്ടിന് രാധാകൃഷ്ണൻ ജയിച്ചെടുത്ത് കഷ്ടി നിങ്ങൾ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞ 2 തവണയും നിങ്ങൾക്ക് പിന്തുണ നൽകിയ പിണറായി സർക്കാരിന് പിന്തുണ നൽകിയ നിലമ്പൂരംഗ രാജിവെച്ചു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അൻവർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, സ്വതന്ത്രനായി. ഞങ്ങളും മത്സരിച്ചു. ആര്യാടൻ ഷൗക്കത്ത് 12,000 വോട്ടിന് ജയിച്ചത് ചുവരെഴുത്തായിരുന്നു സാർ ജനം നൽകിയ. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത തോൽവി നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. കണക്കുകളുമായി നിങ്ങൾ വീണ്ടും വന്നു. നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല സാർ. അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു.
കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു വിജയം ജനം UDF-ന് സമ്മാനിച്ചു. 102 പേർ ഇന്ന് ഈ ഭാഗത്തിരിക്കുന്നു. ഈ 10 വർഷവും നിങ്ങളുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഒരൊറ്റ തെരഞ്ഞെടുപ്പ് പോലും നിങ്ങൾക്ക് ജയിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ചരിത്ര സത്യം അവിടെ നിൽക്കുക. 10 വർഷത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന്റെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നിറംകെട്ട ചേലക്കരയിലെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലപ്പുറമായി ഈ 10 വർഷത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കണക്കുകൾ ഇവിടെ ഉണ്ട് സാർ. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ, ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രിമാരിരുന്ന കാലഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഇതുപോലെ തോറ്റമ്പിയ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ജനം കൃത്യമായി ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ പോക്ക് കറക്റ്റ് അല്ല എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ തിരുത്തുവാൻ നിങ്ങൾ തയ്യാറാവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പരാജയം നേരിടേണ്ടി വന്നത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പല ഘട്ടങ്ങളിൽ കാഫിർ സ്ട്രിംഗ് ഷോട്ട് ഉപയോഗിച്ചതിന് ശേഷം ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ നിങ്ങൾ ഹിന്ദുവിൽ ലേഖനം എഴുതി ഡൽഹിയിൽ PR ഏജൻസിയെ കൊണ്ട് മലപ്പുറത്തുള്ള മതന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ കയ്യടി നേടുന്നതിന് വേണ്ടി നിങ്ങൾ എഴുതിയ ലേഖനം. അവിടെ നിന്നോളം ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ വിവിധ ഘട്ടങ്ങളിലായി നിങ്ങളുടെ നേതാക്കന്മാർ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ ഇതൊക്കെ ജനം കാണുന്നുണ്ട് സാർ. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കള്ളികളാക്കി നിങ്ങൾ മതത്തിന്റെ പേരിൽ മനുഷ്യനെ കള്ളികളാക്കി നിർത്തിയപ്പോൾ ഞങ്ങൾ ജയിപ്പിച്ച VS ജോയ് ഇവിടെ നിൽക്കുക. 500 ക്രിസ്ത്യൻ വോട്ടർമാർ തികച്ചില്ലാത്ത മലപ്പുറത്തിന്റെ മണ്ണിൽ VS ജോയ് 10,000 വോട്ടിന് നിങ്ങളുടെ ജലീലിനെ തോൽപ്പിച്ചു സാർ. എനിക്ക് പുറകിൽ ഷിയാസ് നിൽക്കുന്നുണ്ട് സാർ. കൊച്ചിൻ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച, കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ലാറ്റിൻ വോട്ടർമാരുള്ള കൊച്ചിയിൽ ഷിയാസ് ജയിക്കുന്നു സാർ. ഈ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരത്ത് മഹാഭൂരിപക്ഷം ഹിന്ദു വോട്ടർമാരുള്ളിടത്ത് സുധീർ ഷാ ജയിക്കുന്നു സാർ. ഇതൊക്കെയാണ് കേരളത്തിന്റെ മതേതരത്വം. നിങ്ങളിത് കാണാതെ പോയി. നിങ്ങൾക്കിത് പുതുമയുള്ളതായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ആവർത്തനങ്ങളാ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രത്യയശാസ്ത്രം അതിന്റെ ചരിത്രത്തിൽ എല്ലായിടത്തും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ കുറച്ച് പേര് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സയ്യിദ് അൻവാര തൈമൂർ ആസാമിലെ മുഖ്യമന്ത്രിയായിരുന്നു സാർ. ബർക്കത്തുള്ള ഖാൻ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായിരുന്നു സാർ. അബ്ദുൾ ഗഫൂർ ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്നു സാർ. അബ്ദുറഹിമാൻ ആന്തലെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്നു സാർ. MOH ഫാറൂഖ് നമ്മളെ തൊട്ടടുത്തുള്ള പോണ്ടിച്ചേരിയിൽ 93% ഹിന്ദുമത വിശ്വാസികൾ ജീവിക്കുന്നിടത്ത് 3 തവണ മുഖ്യമന്ത്രിയാക്കിയ പ്രത്യയശാസ്ത്രത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് സാർ. വെറും 2% മാത്രം സിഖ് മത വിശ്വാസികളുള്ള ഈ രാജ്യത്ത് 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സിഖ് മത വിശ്വാസിയായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആക്കിയ പാർട്ടിയാണ് സാർ ഞങ്ങളുടെ പാർട്ടി. 250 വർഷത്തെ ജനാധിപത്യത്തിന്റെ ചരിത്രമുള്ള അമേരിക്കയിലെ ഒരു ഹാഫ് കറുത്ത വ്രതക്കാരൻ പ്രസിഡന്റ് ആവാൻ എത്ര നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവുക. നിങ്ങളിത് തിരിച്ചറിയാതെ ദൗർഭാഗ്യവശാൽ മതത്തിന്റെ കള്ളിയിൽ ഈ നാടിന്റെ ജനങ്ങളെ തളച്ചിട്ടത് കൊണ്ടാണ് സാർ തോറ്റമ്പിപ്പോയത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യരൊന്നാകെ നിങ്ങളെ തള്ളിക്കളഞ്ഞത് നിങ്ങൾ ഇതിന് കൊള്ളില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. നിങ്ങളിങ്ങനെ അടപടലം ഒലിച്ചു പോകുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷമായി ഞങ്ങൾക്കപ്പുറത്ത് നാളെയും നിങ്ങൾ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ സംസ്ഥാനം മതേതരത്വത്തിന്റെ ചേരിയിൽ എന്നും ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജനവിധി കാണുവാൻ നിങ്ങൾ തയ്യാറായില്ല. 10 വർഷക്കാലം VS അച്യുതാനന്ദനെ മുൻനിർത്തി അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി 10 വർഷത്തെ തെരഞ്ഞെടുപ്പിന്റെ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ എല്ലായിടങ്ങളിലും തോറ്റ മുഖ്യമന്ത്രിയെ നിങ്ങൾ വീണ്ടും ജനഹിതത്തിനെതിരായി നയിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം ഒരു 10 വർഷം കൂടി അദ്ദേഹം പ്രതിപക്ഷ നേതാവട്ടെ എന്ന് ആശംസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട തൊണ്ടുപൊട്ടൊട്ടമാർ ഉച്ചത്തിൽ നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന സഖാക്കൾ മെല്ലെ മെല്ലെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയും പതാകയും വലിച്ചെറിഞ്ഞു പോവുക. അത് പോകുന്നത് പലപ്പോഴും സംഘപരിവാറിന്റെ പാളയങ്ങളിലേക്കാണ് സാർ. അത് തിരുത്തുവാനും ഇന്നലകളിലെ നഷ്ടപ്പെട്ട നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുവാനും നിങ്ങൾക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ കേരളത്തോട് ചെയ്യുന്ന അനീതിയായിരിക്കും സാർ. ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾ തകർന്നു പോകരുത് എന്ന് പറയേണ്ടി വരുന്ന ഗതികേടിലാണ് സാർ ഞങ്ങൾ. കാരണം നിങ്ങൾ തകരുമ്പോൾ ഇവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത് ബംഗാളിൽ എന്ന പോലെ. ഞങ്ങൾ ബംഗാളിൽ എവിടെയും പോയിട്ടില്ല. ജനാധിപത്യ വിശ്വാസികളായ ബംഗാളിലെ കോൺഗ്രസ്സുകാർ തൃണമൂൽ കോൺഗ്രസിലുണ്ട്. നിങ്ങൾ എവിടെയാണ് സാർ? 48% വോട്ടുണ്ടായിരുന്ന ബംഗാളിൽ നിങ്ങൾ 4% താന്നു പോയത് നിങ്ങൾ ഒന്നാകെ അടപടലം BJP-യിലേക്ക് പോയതാണെന്നുള്ള സത്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെങ്കിലും ജനങ്ങളോടൊപ്പം ജനപക്ഷത്ത് നിന്ന് മതത്തിനു വേണ്ടി പ്രവർത്തിക്കാതെ മതത്തിന്റെ കള്ളിയിൽ
പല ഘട്ടങ്ങളിലായി അവസരവാദപരമായി ഉപയോഗിക്കാതെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോടൊപ്പം സഞ്ചരിച്ചാൽ നിങ്ങളുടെ പാർട്ടിയെങ്കിലും നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും. അത് കേരളത്തിന് ഉപകാരപ്രദമാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആരാധ്യനായ ഗവർണർ പ്രഖ്യാപിച്ച ഈ നയപ്രസംഗത്തിന് എല്ലാ പിന്തുണയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.